പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. യോശുവയോട് കർത്താവ് പറഞ്ഞതാണ്, നീ ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കണം, അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകരുത്. അപ്പം ദൈവം യോശുവയോട് പറയുകയാണ്, നീ നിനക്ക് ഉറപ്പുള്ളവനല്ല, പക്ഷേ നിനക്ക് ഉറപ്പ് ആ സമയത്ത് അവന് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് അവനോട് പറഞ്ഞത് നല്ല ഉറപ്പും ധൈര്യം. മാത്രമല്ല ധൈര്യമുള്ളവനായിരിക്കുക. ധൈര്യം ചോർന്നു പോയപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ നടത്താൻ ശക്തനായ ഒരു ദൈവമാണ്, നീ ധൈര്യമുള്ളവനായിട്ട് മാത്രം ഇരിക്കാൻ പറഞ്ഞു. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കും. അത് ദൈവിക അനുഗ്രഹം പ്രാപിക്കണമെങ്കിലും നന്മ പ്രാപിക്കണമെങ്കിലും സമാധാനം പ്രാപിക്കണമെങ്കിലും നീ ചെല്ലുന്നിടത്തൊക്കെ എൻ്റെ അനുഗ്രഹം നിനക്ക് തരണമെങ്കിൽ നീ ശുഭമായിരിക്കണം എന്ന് പറയും. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ചില കൽപ്പനകൾ കർത്താവ് യോശുവയ്ക്ക് കൊടുക്കണം. അത് വിട്ട് ഞാൻ പറയുന്ന കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറിപ്പോകരുത്. നീ മാറിപ്പോയാൽ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. അത് 8-ാം വാക്യം മതി. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് എല്ലാം നീ പ്രമാണിച്ച് നിൻ്റെ ഒരു പുസ്തകത്തിലുള്ള നിൻ്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. ന്യായപ്രമാണം അനുസരിച്ച് നടക്കണം. എന്ത് കൽപ്പന കർത്താവ് തന്നോ ആ കൽപ്പന പ്രകാരം നീ മുന്നോട്ട് ജീവിക്കണമെന്നാണ് മോശയോട് കർത്താവ് പറഞ്ഞു. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കാൻ, ദൈവിക പ്രമാണം വിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ ദൈവിക പ്രമാണത്തെ അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിപ്പാൻ നമ്മളെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമ്മൾ ഓരോ ദിവസം ദിനംതോറും നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റത്തില്ല. ദൈവജനമേ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഉറപ്പില്ലാത്തവരായി ധൈര്യം ഇല്ലാത്തവരായി ദൈവിക കൽപ്പന പ്രമാണിക്കാൻ കഴിയാത്ത ഏതെങ്കിലും വിധത്തിൽ തടസ്സമുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കും. നീ രാവും പകലും അത് ധ്യാനിച്ചു. ദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിട്ടിരിക്കുമെന്ന്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം പ്രാപിച്ച ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധിവഞ്ചങ്ങളെ തുളച്ച് എല്ലുന്നതായിരിക്കാല്ല. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഉടമ്പടി അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ ആത്മാവിൽ നിറയുന്ന ഒരു വ്യക്തിക്ക് സമാധാനവും സന്തോഷവും ദൈവകൃപയും ദൈവം കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്നുള്ളത്. അതുമാത്രമല്ല, എന്ത് പ്രവൃത്തിക്ക് നീ കടന്നുപോയാലും ആ പ്രവൃത്തി സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. ഏത് ആലോചനയ്ക്ക് കടന്നുപോയാലും ആലോചന സാധിപ്പിച്ച്, ഏത് വിഷയത്തിന്മേൽ നിങ്ങൾ ഭാരപ്പെടുന്ന രാത്രികാലം ദൈവസ്ഥാനിലായിരിക്കുന്നോ, കരയുന്നോ, നിലവിളിക്കേണ്ട മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വന്ന അത്ഭുതം പ്രവൃത്തി ശക്തനായ ഒരു ദൈവം നിന്നോട് കൊണ്ടുവരാനുള്ള കാര്യം ഇന്ന് രാത്രികാലം നീ മറന്നു പോകരുത്. അഭിഷേകം ഉള്ളൊരു അഭിഷേകം മുഖത്തെ തകർക്കുന്ന അഭിഷേകം ആത്മാവിനെ നിറയപ്പെടും.